നൂറയ്ക്ക് ആദ്യം ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് കയറി, നൂറ സൈലന്റ് ആയി. ആദില പൊട്ടിത്തെറിച്ചു. ആദില അനീഷിനെതിരെ പൊട്ടിത്തെറിച്ചേ. അപ്പൊ അനീഷിന്റെ ഹീറ്റും കൂടി ഉള്ള കുറെ ആൾക്കാർ ഇപ്പുറത്ത് വന്ന് വോട്ട് ചെയ്ത് ആദിലയ്ക്കും നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ഇവർ രണ്ടുപേരും കളിച്ച കളിയുണ്ടല്ലോ, നല്ല കളിയാണ് അവർ കളിച്ചത്. നല്ല സെലക്ഷൻ അവര്, കറക്റ്റ് ടൈമിൽ അവരെ സ്പ്ലിറ്റ് ചെയ്യും ചെയ്യും. പക്ഷെ എന്നാൽ അവർക്ക് കപ്പ് കിട്ടാനുള്ള ചാൻസും കാണുന്നില്ല. PR-ന്റെ ഒരു കുറവിന്റെ തന്നെയായിരിക്കാം. അവർക്ക് PR ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ അക്കൗണ്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടീമുകളുണ്ട്. പക്ഷെ അത് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമാണ്. അതിനൊരു ബിഗ് ബോസ് PR എന്നുള്ള രീതിക്കല്ല. അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, റിയ ചേച്ചിയും ബാക്കി ടീമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിന് ഫണ്ട് ഇറക്കി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഈ പറഞ്ഞ അനുമോൾ ബാക്കി ടീംസിന് അത്രയൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ അവർ രണ്ടുപേരാകുമ്പോൾ അവരുടെ അഡ്വാൻറ്റേജ് ഭയങ്കര. ഇപ്പൊ ഞാൻ പറയാം, നൂറ ടോപ്പ് 5 കയറി, ആദില പുറത്തായി, ബൈ എനി ചാൻസ് അവർ പോയി, ആദിലയുടെ വോട്ട് ഡെഫിനറ്റ്ലി നൂറയ്ക്കല്ലേ കിട്ടും. അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് അവർക്ക്.